കാറിന്റെ ഡിക്കിയില് 2 പ്രേതം. എടാ, പ്രേതങ്ങളെ കണ്ട നായിട്ട് ഓടിക്കുന്നത്. നായയുടെ കണ്ണിന് ഞങ്ങളെ കാണാൻ പറ്റുമല്ലേ? അതുകൊണ്ടായി രാത്രി നായ്ക്കൾ ഓടിക്കുന്നതല്ലേ? ഇത്രയും നാളും നായി നമ്മളെ ഓടിക്കുന്നത് കരുതിയേ. പക്ഷെ കൂടെ വരുന്ന പ്രേതങ്ങളെ ഓടിക്കുന്നത് മച്ചു. ഇതെങ്ങാനും ജനങ്ങൾ അറിഞ്ഞാ പിന്നെ തീർന്നത് തന്നെ. എന്ത് ചെയ്യാനാ, രാത്രി ഒരുത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുന്നുണ്ട്, കഥ തീർന്നു. എന്തായാലും നന്നായിരിക്കും. എടാ, എന്താടാ കണ്ടിട്ട് മാലിന്യെ പോലെ ഉണ്ടല്ലേ? അല്ല, ഇതെന്താ ഈ സമയത്ത്? അല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീട്ടിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വരാൻ താമസിക്കുമെന്ന് കരുതി ഞങ്ങൾ പോവായിരുന്നു. ഓ, അല്പം ഫിറ്റ്. സോറി, ചെറുതായിട്ടൊന്ന്. അതൊന്നും സാരമില്ല. നിങ്ങളുടെ കൂട്ടുകാരന്റെ മരണം നഷ്ടമായെന്നറിയാം, മനസ്സിലാവുന്നുണ്ട്. അയ്യോ, കരയരുത് പ്ലീസ്. എടാ, ഇത്ര നേരമില്ലാത്ത വിഷമം നിനക്ക് എവിടെ നിന്ന് വന്നേ? എടാ, എന്റെ കെട്ടിപ്പിടിച്ചല്ലോ. എടാ എടാ എടാ, കുറച്ചു നേരം മുമ്പല്ലടാ ഒരു വിഷമം ഇല്ലെന്ന് പറഞ്ഞേ. പറയുന്ന കേക്ക്. അതെ, കരയരുത്, ഞങ്ങളൊക്കെ ഇല്ലേ, ഞാനുണ്ടെന്നേ. സോറി മാലിനി, ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഞാനുണ്ടെന്നാ പറഞ്ഞേ. നേരാണോ? ഒരുപക്ഷെ നമ്മളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനായിരിക്കും ജെറ്റ് മേളിലേക്ക് പോയത് അല്ലേ? മുകളിലെന്താടാ, ഞാൻ താഴെയല്ലേ നിൽക്കുന്നേ. ഇപ്പൊ ജെറ്റ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായെന്നറിയാം. അടുത്തല്ലേ നിൽക്കുന്നേ. ഓടാ ജെറ്റേ, ഞാൻ സന്തോഷിക്കണോ ഇപ്പം? വേണ്ടടാ. എന്നാ ഞങ്ങൾ വരട്ടെ. നാളെ നമുക്ക് ആശുപത്രി വെച്ച് കാണാം. വേറൊരു കാര്യം ചേട്ടാ, ചേച്ചി ഇപ്പൊ ആശുപത്രിയിലൊന്നും വരാറില്ല. എന്താ എന്താ എന്ത് പറ്റി? അല്ല, അന്ന് പറഞ്ഞിരുന്നില്ലേ ഡീൻ പ്ലേസ്മെന്റ് വേണ്ടിട്ട് കൈക്കൂലി ചോദിച്ചത്. ചേട്ടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേട്ടനെ പിന്നെ കാശുകൊണ്ട് വന്നതാ. ലവ്വാണെന്ന് വിചാരിക്കലടാ. എത്ര ആണെന്നാ പറഞ്ഞേ? 3.5 ലക്ഷം. 3.5 ലക്ഷം രൂപ. അതിനെന്താ, തരാം. ഒരു 2 days ടൈം നമുക്ക് കൊടുക്കാം. വേണ്ട, സാരമില്ലെന്നേ, ഒരുപാട് ബുദ്ധിമുട്ട്. അല്ലല്ല, ഞാൻ തരാം. പിന്നെ അത് ഈസി അല്ലേ? സൂക്ഷിക്കണേ, ഞങ്ങൾ പോവാ. അടുത്ത കാശ് റെഡി ആക്കിയോ? കാശ് മേടിക്കാൻ വന്നാടാ. എന്താ ചെയ്യാൻ പോകുന്നേ? 3.5 ലക്ഷം 2 ദിവസം മാത്രം. ബാങ്കിൽ ലോൺ ചോദിക്കാൻ പോവാണോടാ? അത് ബൈക്ക് വിൽക്കാനോ? ബൈക്ക് വിറ്റിട്ട് ബാക്കിക്ക് ബോണ്ട കഴിക്കാം. എന്താ പറയടാ? പറ്റത്തില്ലെന്ന് പറടാ. അയ്യോ എന്റെ മാസേ, ഐ തിങ്ക് ഇറ്റ്സ് ഇംപോസിബിൾ. എന്തു പറ്റി? എന്തിനാ ചിരിക്കുന്നേ? ഐഡി കിട്ടിയോടാ? ഐഡിയ ആണോടാ മാസേ? കൊള്ളാലേ. ഇവന്മാരോടെ പോയി അവിടെ തന്നെ എന്ത് കാണിക്കോടോ? ധ്യാനം ചെയ്യുന്നു, ധ്യാനം. സൂപ്പർ സൂപ്പർ, വെരി നൈസ്. വാ വാ, കൂട്ടപ്പാടത്തിൽ നടത്താം. വാ. ഓക്കേ. എടോ, എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കഴിച്ചിട്ട് ഒത്തിരി നാളായി. വെറുതെ തമാശ കാണിക്കാതെ വാ. അയ്യേ, എന്താ? എന്തിനാ എല്ലാരെയും വിളിച്ചത്? വേറെ ആരാണ് അകത്തുള്ളേ? വേറെ ആരുമില്ല മാസേ. എന്താ, അത്രേ ഉള്ളോ? ഇപ്പൊ ഇത്രേ ഉള്ളൂ. കൈ കെട്ടാ. നീ കെട്ടാനാ പറഞ്ഞേ. എന്തിനാണ് ഇത്രയ്ക്കും പത്രാസ്? ഇങ്ങനൊക്കെ ചെയ്താലേ നിന്നോട് റെസ്പെക്ട് ഉണ്ടാവും. ദേ ഒരു കാര്യം, നിങ്ങളെല്ലാരും എന്തിനാ എന്റെ പുറകെ ചുറ്റി നടക്കുന്നതെന്നറിയാം. നിങ്ങൾക്കെല്ലാം നിറവേറാത്ത ആഗ്രഹമുണ്ട്. അതെല്ലാം ഞാൻ കാരണം നിറവേറ്റാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ? നേരല്ലേ അല്ലേ? ഓരോരുത്തരുടെ ആഗ്രഹം എന്താണെന്നറിഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് സഹായം ചെയ്താൽ എനിക്കെന്താണ് കിട്ടുന്നത്? പുണ്യം കിട്ടും. പുണ്യം കിട്ടുന്നതാ. ആവശ്യമായിരുന്നു. ഈ പുണ്യം കൊണ്ട് ഞാനെന്നെടുക്കാനാ? ഒരു കാര്യം കേട്ടോ, നിങ്ങൾക്ക് തുണിമണിയും ആഹാരം കാശ് ഒന്നും വേണ്ടല്ലോ. പക്ഷെ ഞാൻ എങ്ങനെയാണോ, 3 നേരവും ആഹാരം വേണം, ഇടാൻ നല്ല തുണി വേണം, വീട്ടുവാടക കൊടുക്കണ്ടേ? എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് ഒരുപാട് ശത്രുക്കളാ. അതിന്റെ ഇടയ്ക്ക് പുതിയ ലവ് സ്റ്റോറി. ഈ ലവ് എന്നൊക്കെ പറഞ്ഞാൽ ചെലവ് എത്ര മാത്രമാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ സഹായിക്ക്. അതിനുശേഷം ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു ഫോർ ഡീൽ. ഞങ്ങൾ ചെയ്തിട്ട് മതി. എന്താടാ സെയിൽസ് റപ്പ്? നീ എന്തിനാ അവന് വേണ്ടി വക്കാലത്ത് വായിച്ചോണ്ടിരിക്കുന്നത്? അല്ല, നമ്മൾ അയാളോട് സഹായം ചോദിച്ചാ അയാൾ നമ്മളോട് സഹായം ചോദിക്കുന്നു. ഇതിങ്ങനെ പോയ അതോടെ പോയി. എടാ, നീ എന്തോ അവന്റെ കൂടെ ചേർന്ന് ഞങ്ങളെ കളിയാക്കൊണ്ടിരിക്കുന്നത്? ചിന്ന, അദ്ദേഹം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ? എന്തോന്ന് ചിന്ന, എന്ത് സഹായം ചെയ്യുമെന്നാ പറഞ്ഞത്? യെസ്, അക്കോർഡിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ് 407. എന്താ ഇത്?
നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ പറയുന്നേ? ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുക, ചുമ്മാ തരി. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്തോന്ന് ചെയ്ത് തൊലയ്ക്ക് വന്നാ? ഓ, അപ്പൊ എന്റെ തലയെ കൊണ്ട് കുറ്റം വിടുവാ. എന്താ പറയുന്നത് കണ്ടില്ലേ? ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തോ പാവല്ലേ പൊക്കോട്ടെ എന്ന് വെച്ചാ എന്റെ തലേ കയറി നിരങ്ങുമല്ലേ? നിങ്ങളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. Yeah, he's right. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്നെ സഹായിച്ചാ നിങ്ങളെ ഞാൻ സഹായിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ വിട്ടോ, സ്ഥലം കാലിയാക്കാൻ പോകാൻ പറയണം. പറയാം. എല്ലാത്തിനോടും പോകാൻ പറയാം. ദേഷ്യപ്പെടുന്നേ. ഇതേ നോക്ക്, മാസം നിങ്ങളെ സഹായിക്കുന്ന വിശ്വാസമുള്ളവര് ഈ സൈഡില്. നോക്ക്, വലിച്ചു കയറി ചെല്ലുന്ന നാണക്കെട്ടവൻ. സാറേ പേരെന്താ? ശ്രീകുമാർ. ആ, ഈ സാറിനെ പോലെ ഈ സൈഡിലോട്ട് വരണം. Come on guys. എന്തുമാത്രം റിക്വസ്റ്റ് ചെയ്താ വിളിക്കുന്നേ? പ്ലീസ് കം. വാ. വാന്ന്. പോകല്ലേ പോകല്ലേ മടിക്കാതെ വാ. പോകല്ലേ, പോയാ കുളവാകുവേ. മക്കളെ, നമ്മൾക്ക് എല്ലാവർക്കും സഹായം ആവശ്യമല്ലേ? അതിനു വേണ്ടിയല്ലേ ഇത്രയും നാൾ ക്ഷമിച്ചത്? എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ആ നീലകണ്ഠ മഹേശ്വരൻ നമുക്ക് വേണ്ടി ഇയാളെ അയച്ചിരിക്കുവാ. വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ. ഇങ്ങോട്ട് നോക്ക കാരണവരെ, നിങ്ങൾ പറയുന്നോണ്ട് വേണം ഞങ്ങൾ വരാം. പക്ഷേ അവരെല്ലാം പറഞ്ഞിട്ട് ചതിക്കരുത്. അതെ, ചതിക്കുന്ന പണിയൊന്നും എന്റെ ജീവിതത്തിലില്ല കേട്ടോ. മോനെ, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണ്ടെന്നോ? Hi, Doc. My name is Casper. Can I? I might as well be dead. കഴിക്കാനെന്താ? എന്തോന്ന് റെഡിയാണെന്ന് വെച്ചിട്ട് വയ്യ. എത്ര നേരമായി റെഡിയായി എന്ന് പറയുന്നത്? കുളിച്ചിട്ട് കുറെ നേരമായി ഇവിടെ ഇരിക്കുക. യൂസ്ലെസ് ഫെലോ. എന്താ ശബ്ദം? വെച്ചെന്ന് ജീവൻ പോകാൻ പോയി. അച്ഛാ, റാങ്ക് കാർഡ് ഇതാ. കഴിഞ്ഞു. ഓഹോ, സൂപ്പർ. 3-0. വെരി ഗുഡ്. ഐ ലവ് യു മോനെ. ആ കണ്ണാടി ഒന്ന് മാറ്റിക്കേ. 3-0. 1 0 2 0. മൂന്നാമത് 0 എങ്ങനെയായിട്ടെ? ഇങ്ങനെയാണോടാ? നിന്റെ കൈവീന്ന് ഞാൻ അതെ, ആരാ? എന്റെ അമ്മേ, ഇതാരാണോ? ഇതാരുടെ നമ്പറാന്ന് അറിയില്ലല്ലോ. ഫോൺ ചെയ്യണ ഈ നമ്പറിലേക്ക്. ഈ വീടിന്റെ ഉടമസ്ഥൻ എവിടെയുണ്ടോ? ഞാനാണ് ഓണർ. ഇതെന്താ ഈ ഒരു കോലത്തിലിരിക്കുന്നത്? സാറേ, അകത്ത് TV എല്ലാം ചാടുന്നു സാറേ. ഷെൽഫിലിരുന്ന് പുസ്തകമെല്ലാം താഴെ വീഴുന്നു, പാത്രം പറന്നു പോകും. നാമില്ലേ, ഭയപ്പെടേണ്ട. ആ ശരി സാർ, അകത്തേക്ക് വരൂ. TV അനങ്ങിയോ? അതെ സാറേ. ബോസ്, ഞാനാ. ഒരേ ഒരു തെള്ളു. പാത്രം കിടന്ന് കുലുങ്ങിയോ? അതെ, വല്ലതും കഴിക്കാന്ന് വിചാരിച്ചപ്പോ എല്ലാം പറന്നു പോയി. അതിന് കാരണം ഞാൻ തന്നെ. ആക്ച്വലി ഐഡിയ ശരിക്കും പറഞ്ഞ ആ ചെറിയ പാവകൾ എടുത്തെറിഞ്ഞൊക്കെ ഞാനാ. അതിനുശേഷം ഇയാൾക്ക് ശരിക്കും പേടി വന്നത്. എനിക്ക് വയസ്സായത് കൊണ്ട് ഒന്നും എടുത്തെറിയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് താനിതിന് നേരത്തെ തന്നെ ചത്തതല്ലേ? നെഞ്ചു പൊട്ടുന്നെന്ന് പറഞ്ഞ അവന്റെ വയസ്സിൽ മൂത്തയാളായാള്. അയാളോട് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നു. ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് എന്തോ ചെയ്യണോ അത് ആദ്യം ചെയ്യേ. നിങ്ങളുടെ വീട്ടില് ധാരാളം ആത്മാക്കളുണ്ട്. എന്താ പറഞ്ഞത്? ആഹാ, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ കാര്യം പറയുന്നേ. അതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതെ സാർ. ഇതിനെന്താണ് സാർ പരിഹാരം?
5 ലക്ഷം. 5 lakhs? It is too much, sir. ചോദിച്ചത് കൊടുക്കുന്നേ, ഒന്നും മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് കാശ് ഞാൻ തരാം. എത്ര ചെലവായാലും സാരമില്ല. മെയിൻ ഇതിന് പരിഹാരം സ്വിച്ച് ഇവിടെയല്ലേ? ഇത് മാത്രം പറഞ്ഞാ മതി. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജാമുറിയിൽ നക്ഷത്രം വരച്ച് കളറുകൾ തൂകുക, മുരിങ്ങയ്ക്ക കൊണ്ട് ചതുരമുണ്ടാക്കുക, നടുവിലൊരു ചപ്പാത്തി കമ്പ്. നാം പുറത്തു നിന്ന് ചെയ്യുന്ന പൂജ കൊണ്ട് ആ ചപ്പാത്തി കമ്പ് മുരിങ്ങയ്ക്കായ മറികടന്നാൽ വീടിനുള്ളിലുള്ള ആത്മാക്കൾ ഇല്ലാതാവും. ഓ, അടിപൊളി പീസാണല്ലോടെ. മാസേ ആരാ മാസേ അത്? കത്രീന കൈഫ്. മാസേ കുറെ സമയം ആവോ? എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? മതി മതി, വേഗവും തീർക്ക്. മതി 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 എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. പതുക്കെ പതുക്കെ. പതുക്കെ പതുക്കെ. എടാ, കോടിക്കണക്കിന് കാശ് അവിടെ ഉള്ളത്. അളിയ, നീ പറയും സത്യമാണോ? ഒന്ന് പോടാ നീ. മരിച്ചു തോർത്തിട്ട് എനിക്ക് ഇന്നാ വിഷമാകുന്നേ. ഒരുപാട് പണം ഉണ്ടടാ. പക്ഷെ എന്താ, എന്നെ കൊണ്ട് തൊടാൻ പറ്റില്ല. മൊത്തത്തിൽ അടിച്ചെടുത്ത് ഗൾഫിൽ പോയി സെറ്റിൽ ആവും. എന്താ? മുഴുവൻ കാശും നിങ്ങൾക്കുള്ളതല്ല. എനിക്ക് 50, നിങ്ങൾക്കും 50. അത് മതി സാറേ. പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുടൻ എന്റെ ആഗ്രഹം നീ ആദ്യം സാധിച്ചു തരണം. എന്താ സാറേ, എന്തെല്ലാം ചെയ്തിരിക്കുന്നു, ഇനി ഇത് മാത്രമായിട്ട് ചെയ്യാതിരിക്കുവോ? അല്ലടാ, അത് തന്നെ. ഈ കാശ് എങ്ങനെ അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞാ പോയേക്കാം. രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ ആൾക്കാർ കുറവായിരിക്കും. നമുക്ക് പണം മോഷ്ടിച്ചെടുക്കുവാൻ ഇതാണ് ശരിയായ സമയം. ആറ് വരുന്നുണ്ട്. മരമണ്ട, നിന്നെ ആർക്കും കാണാൻ കഴിയില്ല. പോയി നോക്കിട്ടോ. സോറി, എല്ലാം മറന്നുപോയി ഞാൻ. വാ വാ വാ. നിക്ക്. പോ. മാസ് ഇവിടെ നിൽക്കും. ജെറ്റ് കൂടെ വരും. ശരി. മാസേ 50-50 ആരോട് ഇങ്ങനെ ഡീൽ ഉണ്ടാക്കിയത്? ആരടാ കൊടുക്കാൻ പോകുന്നത്? കാശ് കൈ കിട്ടട്ടെ, അടിയോടെ ഞാനങ്ങ് കൊണ്ടുപോകും. ഏതെങ്കിലും എന്തിനാ 50%? ആര് വരുന്നുണ്ട്? ഒളിക്ക്. മനസ്സിലായില്ലേ? ഞാനുള്ളപ്പോ നീ ഒന്നും പേടിക്കണ്ട. ഓക്കെ, ഞാൻ പറയാം. ബൈ ബൈ. നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ. അയ്യോ, വലിച്ചകത്തെടുത്തു. അയ്യോ, എന്താ ഇത്? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. മാസേ ഞാനാ. നോക്ക്. നോക്കേ, സൂപ്പർമാൻ. ഞാനിവിടെ ഫാക്ടറിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. 20 മിനിറ്റിൽ ഞാൻ അവിടെ ഉണ്ടാവും. നീ എവിടെയായിരുന്നു? നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? എവിടെയെല്ലാം നോക്കി? ലോക്കറിന്റെ അടുത്തേക്ക് പോവാം. ഇവിടെ തന്നെ. മുഴുവൻ പണം. ആഹാ, 7693 നിക്ക്. 7683 അല്ലേ അന്ന് കണ്ടത്? ഞാൻ പറയുന്നത് കേൾക്ക്. 7693 പ്രസ് ചെയ്യ്. കറക്റ്റ് നമ്പർ പറ. ഞാനിപ്പോ പറഞ്ഞ നമ്പർ ഇങ്ങനെ നെക്കിയാ മതി. അയ്യോ ദൈവമേ, അലാറം അടിക്കുന്നു. വാട്ട്സ് റോങ്? നിർത്ത്. സെക്യൂരിറ്റി, വേഗം ആ റൂം നോക്കൂ. 7683. ഇതെല്ലാം നമുക്കുള്ളതാ. എന്റെ പൊന്നെ. നിർത്ത്, നമുക്ക് ഇവിടുന്ന് ഉടനെ പോണം. എന്താ നിങ്ങൾ തെറ്റ് നമ്പർ പറഞ്ഞ് ഓടിക്കളഞ്ഞേ? ധൃതിയിൽ എനിക്ക് നമ്പർ മാറിപ്പോയതാ. ആൾക്കാർ വരുന്നുണ്ട്. പണം ഇട്ടിട്ടും വേഗം രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? ഞാനിതെല്ലാം എടുത്തിട്ട് വെളിയിലോട്ട് വരത്തുള്ളൂ. ഇടാ, അവരോട് എത്തിക്കഴിഞ്ഞു പറ്റൂ. കാശിലേക്ക് നമുക്ക് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. കാശെടുക്ക. പിന്നെ എടുക്കാം. വേഗം വാ. ഓടിക്കോ. എന്താ ഇത്? അവിടെ നിൽക്ക്. മാസ്
കാശെല്ലാം പോയി, എല്ലാം പറന്നു പോയി. അത് നമ്മുടെ പണം, എവിടെയും പോകില്ല, തിരിച്ചു വന്നിട്ട് എടുക്കാം. ഇപ്പൊ നിന്റെ ജീവനാണ് പ്രധാനം. മാസ്, ആദ്യം പുറത്തേക്ക് വാ.